കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. 2025 ഗുരുവായൂർ ഏകാദശി വരുന്നത് ഈ ഡിസംബർ 1-ാം തീയതിയാണ്. കൃഷ്ണഗീതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഗുരുവായൂർ ഏകാദശി കൂടി ആഗതമായിരിക്കുകയാണ്. കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യം നിറഞ്ഞ ഒരു ദിനമാണ് ഗുരുവായൂർ ഏകാദശി. കാരണം ഭഗവാന്റെ ഭക്തർക്ക് ഏറ്റവും കൂടുതൽ കൃപാകടാക്ഷം ലഭിക്കുന്ന ഒരു പുണ്യദിനമാണ് ഗുരുവായൂർ ഏകാദശി. ഈ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു പുണ്യം വേറെയില്ല. ഗുരുവായൂർ ഏകാദശിക്ക് മോക്ഷദ ഏകാദശി എന്നുകൂടി പറയാറുണ്ട്. എന്നു പറഞ്ഞാൽ വേദനകളുടെയും യാതനകളുടെയും ലോകത്ത് നിന്നുമുള്ള മുക്തി എന്നാണ് പറയപ്പെടുന്നത്. ഗുരുവായൂർ ഏകാദശി എടുത്ത് ഭഗവാന്റെ പാദപങ്കജങ്ങളിലേക്ക് അലിഞ്ഞു ചേരുവാനും ഈ ജന്മം സന്തോഷപൂർണമായി ജീവിക്കാനും വേണ്ടി എടുക്കാവുന്ന ഏറ്റവും നല്ല അതിശക്തമായ ഒരു വ്രതമാണ് ഗുരുവായൂർ ഏകാദശി. ഒരു വർഷത്തിൽ 24 ഏകാദശി ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ 30 മുക്കോടി ദേവദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. തെറ്റുപറ്റാത്തവരായി ആരും ഈ ഭൂമിയിലില്ല. നമ്മുടെ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഗുരുവായൂർ ഏകാദശി നോൻപ് നോറ്റാൽ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. ഏകാദശി നോറ്റാൽ 7 ജന്മങ്ങളായുള്ള ശാപതാപാദികൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നു. ദുരിതങ്ങൾ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു. 7 ജന്മങ്ങളായുള്ള സങ്കടങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുപോകുന്നു. അങ്ങനെ ഈ ദുരിതങ്ങൾ പോകുമ്പോൾ വരുന്ന 7 തലമുറയ്ക്ക് കൂടി ആ ഗുണം ലഭിക്കുന്നു. നല്ല ഉപവാസം ഏറ്റവും നല്ല മരുന്നാണ്. നല്ല ഉപവാസം കൊണ്ട് നമ്മുടെ ശരീരത്തിന് കരുത്തു കൂടുകയേയുള്ളൂ. എല്ലാവരും നാമജപത്തോടെ തന്നെ ഗുരുവായൂർ ഏകാദശിയെ വരവേൽക്കണം. ഉപവാസം എടുത്ത് ഭഗവാനോടൊപ്പം ഇരുന്ന് നമുക്ക് ഏകാദശി വ്രതമെടുക്കാം. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത്. അന്നേ ദിവസം ഭഗവത് നാമങ്ങൾ ജപിച്ച് നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തും വിഷ്ണു സഹസ്രനാമം ജപിച്ചും നമുക്ക് ഭഗവാനോടൊപ്പം ഇരിക്കാം. ഇനി ഏകാദശി ഐതിഹ്യത്തെക്കുറിച്ച് പറയാം. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഗ്രഹമാണ് ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന് പൂജ നടത്തുവാനായി മഹാവിഷ്ണു നിർമ്മിച്ച വിഗ്രഹമായിരുന്നു അത്. കൈമറിഞ്ഞത് ശ്രീകൃഷ്ണനിൽ എത്തി. കൃഷ്ണ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും വിഗ്രഹം ഇവിടെ എത്തിക്കുകയും ശിവന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാൽ ഇവിടം ഗുരുവായൂർ എന്നറിയപ്പെടുന്നു. പാതാളാഞ്ജന ശിലയിൽ തീർത്തതാണ് ഈ വിഗ്രഹം. വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസമാണ് ഇത് പ്രതിഷ്ഠിച്ചത്. അതിനാൽ ഗുരുവായൂർ ഏകാദശി പ്രതിഷ്ഠാദിനവും കൂടിയാണ്. അർജുനന് കൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിനം ആയതിനാൽ ഗീതാദിനം എന്നുകൂടി പറയപ്പെടുന്നു. ഇനി ഏകാദശി വ്രതം എങ്ങനെ നോക്കണം എന്ന് പറയാം. വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ട ഒരു വ്രതമാണ് ഏകാദശി വ്രതം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങളിലാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരിക്കൽ ഊണ് അനുഷ്ഠിക്കണം. ഏകാദശി ദിവസം പരിപൂർണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. പിന്നെ നമ്മളുടെ ശാരീരികമായ അസ്വസ്ഥതകൾ
ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് തുളസി തീർത്ഥം സേവിക്കാവുന്നതാണ്. പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി വന്ന് പാരട വീട്ടി വ്രതം അവസാനിപ്പിക്കുക. ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് ഈ ലോകത്തും പരലോകത്തും ഇഹജന്മത്തും നമ്മളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നു. ഈ ദിവസങ്ങളിൽ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. ഏകാദശി അനുഷ്ഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹരിവാസര സമയമാണ്. എന്താണ് ഹരിവാസര സമയം? ഏകാദശിയുടെ ആദ്യത്തെ 6 മണിക്കൂറും ദ്വാദശിയുടെ ആദ്യത്തെ 6 മണിക്കൂറും അടങ്ങുന്ന സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ സമയം വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയമായതിനാൽ ആ സമയം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, ഭഗവത് പ്രീതി വരുത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ എന്നീ 2 മന്ത്രങ്ങൾ പറ്റുന്നത്ര ജപിക്കുക. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസവും ഗുരുവായൂർ നട തുറന്നിരിക്കും. ദ്വാദശിക്ക് പാരണ വീടിയതിന് ശേഷമേ നട അടയ്ക്കാറുള്ളൂ. പിന്നെ 3 മണിക്ക് ശേഷം വീണ്ടും നട തുറക്കും. അതേപോലെ പ്രധാനപ്പെട്ടതാണ് ദ്വാദശി പണം സമർപ്പിക്കൽ. ക്ഷേത്ര കൂത്തമ്പലത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇത് അതീവ പുണ്യമായ ഒരു ചടങ്ങാണ്. 2025 ഏകാദശി വ്രതം എടുക്കുന്ന എല്ലാ ഭക്തരും ചൊല്ലേണ്ട ഒരു മന്ത്രത്തെ കൂടി പറയാം. പ്രസീദ തുളസീദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭൂതേ തുളസീ ത്വാം നമാമ്യഹം. ഒപ്പം ദ്വാദശാക്ഷര മന്ത്രം കൂടി ചൊല്ലുക. ഓം കേശവായ നമഃ. ഓം നാരായണായ നമഃ. ഓം മാധവായ നമഃ. ഓം ഗോവിന്ദായ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം ത്രിവിക്രമായ നമഃ. ഓം വാമനായ നമഃ. ഓം ഋഷികേശായ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം ദാമോദരായ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. 2025 ഏകാദശി എല്ലാ കൃഷ്ണഭക്തർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.